ചരിത്ര വിജയം സ്വന്തമാക്കി വരാനിരിക്കുന്ന നിയമസഭയിലേക്ക് മാറ്റുരയ്ക്കാനിരിക്കുന്ന UDF-നെ തകർക്കാൻ ചിലർ കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട്. അതിനവർ നിരത്തുന്ന വാദപ്രതിവാദങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇനി തമ്മിൽ തല്ലും തർക്കവുമല്ലേ, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി മാത്രമായിരിക്കും എന്നൊക്കെയാണ്. കഴിഞ്ഞ ദിവസം VD സതീശനും ചെന്നിത്തലയും സണ്ണി ജോസഫും ഷാഫി പറമ്പിലും അഭിൻ വർക്കിയും അടക്കമുള്ള സകല നേതാക്കളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വമ്പിച്ച വിജയത്തിന് പിന്നാലെ പറഞ്ഞത് ഈ സെമി ഫൈനൽ വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഇന്ധനമാണ്, ഊർജമാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഞങ്ങൾ അഹങ്കരിക്കുകയില്ല, പകരം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകുമെന്നാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്താണ് കോൺഗ്രസും UDF-ഉം. ഇനി കേന്ദ്രത്തിലേക്ക് പോയാലും കോൺഗ്രസിന് ഭരണം കയ്യിൽ നിന്നും പോയിട്ടാണ് 3ാം ഊഴവും നരേന്ദ്രമോദി ഉറപ്പിച്ചത്. വോട്ട് കൊള്ളയ്ക്കെതിരെ ഇന്നലെ കൂടി ഡൽഹിയിൽ വലിയ പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടു. എന്നിട്ടും പക്ഷേ എല്ലാം ജനാധിപത്യ ഭരണത്തിലേക്ക് പോയ മോദിക്ക് മുന്നിലും കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെയാണ്. ആ സ്ഥിതിക്ക് ഇനിയും ഈ പ്രതിപക്ഷ കസേര വേണ്ട എന്ന ഉറച്ച തീരുമാനമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി കുപ്പായവും ഞങ്ങൾ തുന്നിവെച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഉറപ്പാണ് എന്ന് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും ആർക്കും കേൾക്കണ്ട. പകരം കോൺഗ്രസിൽ മുതിർന്ന നേതാക്കൾ തമ്മിൽ തല്ല് എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെയാണ് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ പൊളിച്ചെഴുതിയത്. സത്യത്തിൽ സന്ദീപ് വാര്യർ എഫക്റ്റ് നല്ലതുപോലെ കോൺഗ്രസിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റിയ BJP-ക്ക് ഇത്തവണ ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടാതെ പോയത്. അതിന് കാരണം സന്ദീപ് വാര്യർ കൂടിയാണ്. മാങ്കൂട്ടം വിഷയമടക്കം ആഞ്ഞു വീശിയിട്ട് പോലും പാലക്കാട് BJP-ക്കോ CPM-നോ കുതിച്ചുയരാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ കളം നിറയുന്നത്. എന്തായാലും റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയ്ക്കിടയിൽ ആയിരുന്നു സന്ദീപ് വാര്യരുടെ പൊളിച്ചെടുക്കൽ. എന്തായാലും ആ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നലെ നേതാക്കൾ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ അഹങ്കാരത്തോടു കൂടിയല്ല, വിനയത്തോടു കൂടി ഈ വിജയം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ആ വിനയം തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നേതാക്കൾക്കിടയിലെ ഭിന്നത അത് പല ഘട്ടങ്ങളിലൊക്കെ പ്രതിഫലിച്ചിട്ടുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൽ മാത്രം സംഭവിക്കുന്ന ഒരു രീതിയാണല്ലോ അത്. മുതിർന്ന നേതാക്കൾ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പറയുക. അപ്പോൾ അതിനി ഉണ്ടാകില്ല എന്നാണോ കരുതേണ്ടത്? അടിത്തട്ടിൽ നിങ്ങളുടേത് വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയായിരുന്നു എന്ന് സമ്മതിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അത് തന്നെയാണോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുക? അല്പസമയം തരണം. ഒന്ന്, ഈ വിജയം എന്ന് പറയുന്നത് പരിപൂർണമായും സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ്. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഒരു വലിയ വികാരം കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങൾക്കിടയിലും രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജനവികാരം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നതിൽ പ്രതിപക്ഷമെന്ന നിലയ്ക്ക് UDF നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള വലിയ വിജയം എന്ന് പറയുന്നത്. ഇതൊരു സമാനതകളില്ലാത്ത വിജയമാണ്. 2010 ശേഷം ഇത്ര വലിയ രീതിയിലുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഒരു വിജയം UDF-ന് ഒരിക്കലും സിദ്ധിച്ചിട്ടില്ല. അത് തന്നെ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ താഴെത്തലം മുതൽ, അതായത് ഗ്രാമീണ തലങ്ങളിലും നഗരമേഖലകളിലും മധ്യ ഇടത്തരം സ്ഥലങ്ങളിലുമെല്ലാം സമസ്ത വിഭാഗം ജനങ്ങളും ഒരുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ വിലയിരുത്തുന്നത്, ഇവിടെ മാധ്യമങ്ങളും ഇടതുപക്ഷവും BJP-യും ഒരുപോലെ സമർത്ഥിച്ചിരുന്ന ഒരു ആഖ്യാനമുണ്ട്. ആ ആഖ്യാനം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു, കോൺഗ്രസ് ഇന്ന് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മാത്രം വോട്ടിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു നറേറ്റീവ്, ഒരു ആഖ്യാനം കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷവും BJP-യും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിന് നേരെ അഴിച്ചുവിട്ടിരുന്നെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗം ഹിന്ദു ജനവിഭാഗം, ആ ജനവിഭാഗത്തിൻ്റെ അകത്തു നിന്നുള്ള സർവ്വ വിഭാഗങ്ങളുടെയും വോട്ട്, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അടക്കം വോട്ട് UDF-ന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് മലയോര മേഖലയിൽ നിന്നാണെങ്കിലും തീരദേശ മേഖലയിൽ നിന്നാണെങ്കിലും ഇടനാടിൽ നിന്നാണെങ്കിലും ഒക്കെ UDF-ന് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. തൃശ്ശൂർ കോർപ്പറേഷനിൽ UDF നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയം നോക്കൂ. അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് വല്ലാത്ത വിഷമവും അത്ഭുതവും തോന്നുകയാണ്. വാസ്തവത്തിൽ അതല്ലേ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. കേരളത്തിൽ ആദ്യമായി BJP-ക്ക് ഒരു MP-യെ കിട്ടി, ആ MP-യെ മന്ത്രിയാക്കി, ഞങ്ങളിതാ തൃശ്ശൂരിങ് എടുക്കും എന്ന് പറഞ്ഞ്, തൃശ്ശൂരിലെ പൾസ് എനിക്കറിയാമെന്ന് പറഞ്ഞ് കലിങ്കിൻ്റെ മുകളിലും പാടവരമ്പത്തും ഒക്കെ ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ അവർക്ക് ഇന്ന് സംഭവിച്ചു? കഴിഞ്ഞ ഒരു വർഷം മുൻപ് BJP-ക്ക് വലിയ വിജയം നൽകിയിട്ടുള്ള തൃശ്ശൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് ഒരൊറ്റ വർഷം കൊണ്ട് U-ടേൺ അടിച്ച്
യു ഡി എഫിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യു ഡി എഫിനെ എഴുതി തള്ളിയിരുന്നു. അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടിയെ മാധ്യമങ്ങളും എതിരാളികളും ഒരുപക്ഷെ ഞങ്ങൾക്കുള്ളിലുള്ള ആളുകൾ പോലും തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി എഴുതി തള്ളിയിരുന്നെങ്കിൽ ഇന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി, തൃശ്ശൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് നേടിയിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള വിജയം അത് രാജ്യത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? കേരളം എന്ന് പറയുന്ന ബഹുസ്വരതയുടെ മണ്ണിൽ, മതനിരപേക്ഷതയുടെ മണ്ണിലേക്ക് RSSന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ കടന്നു വരാൻ അനുവദിക്കാതെ ശക്തമായ പ്രതിരോധമുയർത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF ആണെന്ന് ആവർത്തിച്ച് തെളിയിച്ചില്ലേ തൃശ്ശൂർ എന്ന് പറയുന്ന ആ സ്ഥലം? മറുവശത്ത് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് പത്തനംതിട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് മുൻപാണെങ്കിലും ഒക്കെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടുമുമ്പുണ്ടായിട്ടുള്ള ശബരിമല പ്രക്ഷോഭത്തിൻ്റെയൊക്കെ പ്രധാന പ്രഭവ കേന്ദ്രമായിട്ടുള്ള പത്തനംതിട്ടയിൽ അവിടെ പന്തളം എന്ന് പറയുന്ന ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തോട് വളരെയധികം അടുപ്പമുള്ള പന്തളം നഗരസഭ ഭരിച്ചിരുന്നത് BJP ആണ്. ഇന്ന് ആ BJP അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. പത്തനംതിട്ടയിൽ BJPക്ക് ഉണ്ടായിരുന്ന കുളനട, ശബരിമല ക്ഷേത്രവുമായി വളരെ അടുപ്പമുള്ള BJP ദീർഘകാലം ഭരിച്ചിട്ടുള്ള കുളനട പഞ്ചായത്ത് അവർ പരാജയപ്പെട്ടിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ UDF ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? അല്ല, ഒരു സെക്കൻഡ്, അല്ല ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഫ്ലോ കളയല്ലേ പ്ലീസ്. തൃശ്ശൂരിലും പത്തനംതിട്ട ജില്ലയിലും അടക്കം അല്ലെങ്കിൽ എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ UDF നേടിയിട്ടുള്ള വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗങ്ങളിലെ വോട്ട് ഒരു കാലത്ത് BJPയിലേക്ക് പോയി എന്ന് പറയപ്പെട്ടിരുന്ന ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് ഞാനിതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് എങ്ങനെയാണ് കോൺഗ്രസിന് വിജയം ഉണ്ടായത്? നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ ജാതി സംഘടനകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രബല നേതാക്കന്മാരൊക്കെ കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ പോലും ആ ജനവിഭാഗം കോൺഗ്രസിനൊപ്പം നിൽക്കാൻ, UDFനൊപ്പം നിൽക്കാൻ തയ്യാറായി എന്നുള്ളത് ശുഭസൂചനയാണ്. ഈ തിരുവനന്തപുരത്ത്, തൃശ്ശൂരിൽ ഞങ്ങൾ BJPയെ തടഞ്ഞു നിർത്തിയപ്പോൾ, BJPയുടെ സർജ് തടഞ്ഞു നിർത്തിയപ്പോൾ ഈ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ, ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞാൽ, കണ്ണൂരിനെ നമുക്ക് മാറ്റി നിർത്താം, കണ്ണൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ഇപ്പോൾ കോഴിക്കോടും കൊല്ലത്തും ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം പോലും തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ സാധിക്കാത്ത വണ്ണം തൃശ്ശൂരിൽ BJPയെ കോൺഗ്രസും UDFും തടഞ്ഞു നിർത്തിയപ്പോൾ അതേ തടഞ്ഞു നിർത്താൻ ബാധ്യതയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അത് ആരുടെ കയ്യിലായിരുന്നു ആ ബാധ്യത ഉണ്ടായിരുന്നത്? അത് CPMന്റെ ബാധ്യതയായിരുന്നു പ്രധാനമായും. CPM അവിടെ BJPയെ തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമി വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഈ CPMന്റെ ഇതുപോലെയുള്ള വർത്തമാനങ്ങളുടെയൊക്കെ ആത്യന്തിക ഗുണഭോക്താവ് തിരുവനന്തപുരത്തെ BJP ആയി. അവിടെയും കോൺഗ്രസ് ആണ് BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ശ്രീ K മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയുള്ള പ്രവർത്തനങ്ങൾ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? കോൺഗ്രസ് അവിടെ 19ലേക്ക് ഉയർന്നു. അപ്പോൾ വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും RSSന്റെ രാഷ്ട്രീയത്തെ, BJPയുടെ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിലും രാജ്യത്തും പ്രതിരോധിക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനും UDFനുമാണെന്ന് ആവർത്തിച്ചുറപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ 500 കടന്നു എന്നുള്ളത് ആ ഒരു നേട്ടമായി കാണുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീ ഗോപകുമാർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എത്രത്തോളം UDF ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആശാ സമരത്തിൽ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ വേദിയിൽ പോകുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സമരം ഏറ്റെടുക്കുക, സമരത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു ആശാ സമരം, അല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾ പിന്തുണയ്ക്കുക എന്നതിനപ്പുറം നിങ്ങൾ അതിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. അതുപോലെ എത്രയെത്ര സമരങ്ങൾ, നിങ്ങളുടേതായ ഒരു വലിയ സമര പരമ്പര എന്ന രൂപത്തിൽ പറയാവുന്ന എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെ മുഴുവൻ ഉയർത്തിക്കൊണ്ട് സഭയ്ക്കകത്തും പുറത്തും, നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം എന്ന നിലയ്ക്ക്, ഔദ്യോഗിക പ്രതിപക്ഷം എന്ന നിലയ്ക്കും പുറത്തും സമരപ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തതിന്റെ ഫലമായിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ, UDFൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് ഈ പ്രസ്ഥാനം തെരുവിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ്. ഇപ്പൊ ആശാ സമരത്തെക്കുറിച്ച് പറഞ്ഞു. ആശാ സമരം അവരൊരു സംഘടനയുടെ ഭാഗമായി നടത്തുകയാണ്. അവരുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി തെരുവിൽ പോരാടുകയും ചെയ്തിട്ടുണ്ട് UDF. പക്ഷേ ആ സമരം എങ്ങനെയാണ്, മറ്റൊരു സംഘടന പ്രഖ്യാപിച്ച സമരം എങ്ങനെയാണ് ഏറ്റെടുക്കാൻ സാധിക്കുന്നത്? അത് സാധിക്കുന്ന കാര്യമല്ലല്ലോ. 1. 2. ശബരിമല പ്രക്ഷോഭം. ആ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ ഗോപകുമാർ മനസ്സിലാക്കണം, ഏറ്റവും ആദ്യം പ്രക്ഷോഭ രംഗത്തിറങ്ങി ഈ പിണറായി പോലീസിന്റെ മർദ്ദനവും ഏറ്റുവാങ്ങി 10 ദിവസം ജയിലിൽ കിടന്നയാളാണ് ഞാൻ. UDF ആണ് ആ സമരം ഏറ്റെടുത്തത്. പന്തളത്ത് നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭ സംഗമം എല്ലാവരും കണ്ടതാണ്. അപ്പോൾ വലിയ തോതിൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ അംഗീകാരമാണ് പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ ലഭിച്ചിട്ടുള്ള വിജയമെന്ന് പറയുന്നത്.
നമുക്ക് കോട്ടയത്തൊക്കെ കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയിട്ടുള്ള വിജയം അത് എത്രമാത്രം തിളക്കമാർന്നിട്ടുള്ള വിജയമാണ്. ശരി. ഒരുപക്ഷെ യു ഡി എഫിന് ചില ആളുകൾ ഇല്ലാതെ വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ ശരി. കോൺഗ്രസ് അത്യുജ്വലമായിട്ടുള്ള വിജയം നേടുന്നു. ഉറപ്പായിട്ടും കേരള ഞാൻ കോൺഗ്രസ് സൂചിപ്പിച്ച എമ്മിനെ പ്രധാനപ്പെട്ട കാര്യം, അപ്രസക്തമാക്കുന്ന വിജയങ്ങൾ ഏറ്റവും പലയിടത്തായി പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് പോയി എന്ന നറേറ്റീവ് തകർന്നിരിക്കുന്നു. ശരി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനെ ഹിന്ദു വിരുദ്ധ പാർട്ടിയാക്കി ചാപ്പ കുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം അത് CPM-ഉം BJP-യും ഒരുമിച്ചാണ്. അതാണല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമി. ഒറ്റ സെക്കൻഡ് ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി പിന്നെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുകൂടി പറയട്ടെ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ AKG സെന്റർ എന്നല്ല ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് കണ്ടത്. അന്ന് അതിനെ ന്യായീകരിക്കുകയും ദേശാഭിമാനി ലേഖനം എഴുതുകയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ക്രൈസ്തവ സംഘടനയുടെയും പിന്തുണ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾക്ക് ആവേശം നൽകുന്നതും അത് ഊട്ടിയുറപ്പിക്കുന്നതുമാണെന്ന് ദേശാഭിമാനിയിൽ നിങ്ങൾ ആ എഡിറ്റോറിയൽ അവസാനിപ്പിച്ച് എഴുതിയത് അങ്ങനെയാണ്. മറന്നു പോകരുത്. ശരി, അത് പലതവണ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് അതിലേക്ക് പിന്നീട് വീണ്ടും പോകേണ്ടതില്ല എന്ന് പറഞ്ഞത്. പള്ളിക്കളസ് പോകുന്നത് എങ്ങനെയാ? ശരി.